ഹലോ അച്ഛ. അപ്പം അച്ഛൻ 11 വർഷമായിട്ട് ഇപ്പോ റിലീജിയസ് ഫീൽഡിൽ ഇല്ല, പുരോഹിതനായിരുന്നു. ഇപ്പോ ആത്മീയ ലൈഫ് ലീഡ് ചെയ്യുന്നു. അപ്പം ഒരു മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എപ്പോഴാണ് മതിലായിട്ട് അച്ഛന് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? എന്ന് പറഞ്ഞാല് ഞാന് അവസാനമായിട്ട് ലീവ് ചെയ്തതിനേക്കാൾ മുന്നിരുന്ന ഒരു പള്ളി, അത് ദളിത് ക്രൈസ്തവരുടെ ഒരു ഇടവകയായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിഡിൽ ക്ലാസ് പീപ്പിളോ അല്ലെ ഹൈ ക്ലാസ് പീപ്പിളോ ആയിരുന്നില്ല അവരൊക്കെ അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് ഓടിപ്പായുന്ന സാധാരണ മനുഷ്യരാണ്. അപ്പൊ അവരോട് നമ്മൾ ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ പ്രവർത്തിച്ചില്ല അവിടെ ഒരു 2-4 കൊല്ലം ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് സംസാരിക്കുകയും ബിഹേവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസാക്ഷി ഇത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നൊക്കെ തോന്നിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അവരേനെ ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരേനെ മതം മാറ്റി നമ്മുടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നതാണ്. അവർക്ക് നമ്മൾ സ്ഥലം കൊടുത്തു, അതുപോലെ തന്നെ വീട് വെച്ചു കൊടുത്തു. പിന്നെ അവിടെ അപ്പൊ ഒരു അത്രയും 10-75 വീട്ടുകാര് അവർക്ക് വേണ്ടി ഒരു പള്ളി പണിതു, അതൊരു ഇടവകയാക്കി. അവിടെയാണ് എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നത്. അപ്പൊ നമുക്ക് എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് ദൈവം ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് നമ്മള് ഇത്ര പങ്കപ്പാട് കഴിച്ച് ഈ മതപരിവർത്തനം നടത്തുന്നത് എന്തിനാണ്? അപ്പൊ ഇപ്പൊ ഒരു ആത്മീയ പുരുഷൻ എന്ന് പറയുമ്പോ അച്ഛന്റെ കോൺസെപ്റ്റ്, ദൈവത്തിന്റെ കോൺസെപ്റ്റ് എന്താണ്? ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പൊ ആസ് എ സ്പിരിച്വൽ മാൻ എന്താണ്? ദൈവം എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് ഒരു 10-24 വയസ്സ് വരെയൊക്കെ ഞാൻ ആ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പനും അമ്മയൊക്കെ ഞാനൊരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ്. അവരൊക്കെ പള്ളിയിൽ പോവും, പെങ്ങന്മാരും ചേട്ടനനിയന്മാരൊക്കെ പള്ളിയിൽ പോവും ഒക്കെ. പക്ഷെ ഞാൻ എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഈ ഇലക്ട്രിക്കൽ വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് പള്ളിയും അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ല. കാരണം ഇവരൊക്കെ പള്ളിയിൽ പോട്ടെ അങ്ങനെ, അല്ലാണ്ട് നമുക്ക് പേഴ്സണലായിട്ട് അവർ പറയും ദൈവം അവിടെ ഇത് എന്നൊക്കെ പറഞ്ഞാലും പല കൺസെപ്റ്റുകൾ പറഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് പേഴ്സണലായിട്ട് എനിക്കൊരു അനുഭവമില്ല. അങ്ങനെ പോണ സമയത്താണ് എനിക്ക് ഒരു വീട്ടിലൊരു പ്രാർത്ഥനയുടെ സമയത്ത്, അത് 1996 സെപ്റ്റംബർ 5 എനിക്കൊരു എക്സ്റ്റസി എക്സ്പീരിയൻസ് ഉണ്ടായി വീട്ടിൽ വെച്ച്. ആ ഒരു കുറച്ച് 5-6 മിനിറ്റ് ആ ഒരു അനുഭവം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് അറിയാത്ത ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഒരു ഫിനോമിന. ദൈവം എന്ന് പറയുന്നത് ഈ പള്ളിയിൽ പോവാം അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെ പിടിച്ച് കുലുക്കണ ഒരു ദൈവം, നമ്മുടെ നട്ടിലൊക്കെ ഇങ്ങനെ വിറപ്പിക്കണ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള് തണുപ്പിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം 56 കിലോ വെയിറ്റ് വെറും പഞ്ഞി പോലെ എന്ന് പറഞ്ഞ് ഊതി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു പോകും. അതേപോലെ ആക്കാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഞാൻ ആ നിമിഷങ്ങളിലാണ് മനസ്സിലാവും. അപ്പോൾ അതാണ് എൻ്റെ യൂട്ടേൺ. അതുവരെ ഞാൻ ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഗൾഫിൽ പോകാൻ നിന്ന ആളാണ്. അതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ വളരെ സൈലൻ്റായി പോയി. 5-8 മാസം അപ്പോൾ അവർ പറഞ്ഞു ഇവൻ്റെ പിരി ലൂസായി പോയി, ഇവനെന്ത് പറ്റി എങ്ങനെ. ഞാൻ പിന്നെ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. 4 മണിക്ക് എൻ്റെ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ കാണുകയാണ്. 2-4 ദിവസം ഉള്ളിൽ നടക്കണ കാര്യങ്ങൾ, ആ മാസം നടക്കണ കാര്യങ്ങൾ, അല്ലെങ്കിൽ വരാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നു കാണുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ അന്തം വിട്ടു, ഇത് എന്ത് സംഭവം. അങ്ങനെ പിന്നെ അതിന്റെ മൂർധന്യത്തിലാണ് അമ്മേരെ അച്ഛനാണ് വൈദികനാ. ആള് പറഞ്ഞു ഇത് ഷാജു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു സത്യാന്വേഷണത്തിന് നമുക്ക് പിന്നെ കാണുന്നത് ഒരു സെമിനാരി ആണ്, ഒരു വൈദികൻ. അങ്ങനെയാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അല്ലാണ്ട് കാരണം ഞാനാണെങ്കിൽ ജോലിക്ക് പോകണില്ല. ഈ ഒരു അനുഭവത്തിന് ശേഷം, ഈ ഒരു ദൈവാനുഭവത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോകണില്ല. അപ്പൊ അമ്മ പറഞ്ഞു നീ എന്താ ജോലിക്ക് പോവാത്തെ, പണിക്ക് പോവാത്ത എന്താ നീ? അപ്പൊ എനിക്ക് പണിക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അപ്പനെ അമ്മേനെയൊക്കെ ക്ഷമിക്കുക, കാല് പിടിക്കണം, കരച്ചില്, പറമ്പിൽ പോയി പണിയെടുക്കില്ല, ഇതൊക്കെയാണ് എന്റെ പണി.
അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആണോ, ഗൾഫിലേക്ക് പോകാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ഇതൊന്നല്ല എന്റെ ചോദ്യം. പിന്നെ ആ ദൈവത്തിന് ഞാൻ ഇങ്ങനെ മേഘങ്ങൾ നോക്കുക, ആകാശത്തേക്ക് നോക്കുക, സൂര്യാസ്തമയം, പിന്നെ സൈലൻസ് എൻജോയ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, ഇങ്ങനെയുള്ള ഒരിത്. അപ്പോ ഐറിൻ ചോദിച്ചതെന്താ വെച്ചാല്, എന്താണ് ആ ദൈവത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റ് അല്ലെ? ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വിശ്വാസിയല്ല. എനിക്ക് ദൈവത്തിൽ ചില ആൾക്കാർ ചോദിക്കും എന്താണ് വിശ്വാസം, ദൈവവിശ്വാസം. എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണോ ഐറിൻ ജോളിനെയും മനോജിനെയും എക്സ്പീരിയൻസ്, അത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു അമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്ക് അപ്പനുണ്ട് എന്നുള്ളത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അനുഭവമാണ് നമ്മുടെ. അതുപോലെ തന്നെ എന്റെ അനുഭവമാണ്, എന്റെ ദൈവം എന്റെ അനുഭവമാണ്. ആ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യം, അതിനെ നമുക്ക് പറയാം യൂണിവേഴ്സൽ സ്പിരിറ്റ്. അതിന്റെ തന്നെ അതേ കണ്ടന്റ്, അതേ ക്വാളിറ്റിയും കണ്ടന്റും ഉള്ള പർട്ടിക്കുലർ സ്പിരിറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ മനസ്സ് ഒരു കള്ളന്റെ പോലെയാണ്. ആ മനസ്സ് എപ്പോഴും നമ്മളതിനെ ഇങ്ങനെ, നമ്മൾ പറയില്ലേ എന്തെന്നാ പറഞ്ഞ ഒളിച്ചുപാച്ചി കളിക്കുക എന്ന് പറയില്ലേ, നമ്മൾ കള്ളനെ പോലീസും. ഇതേപോലെ നമ്മുടെ മനസ്സ് ഈ ഒരു മായ, ഒരു ഇല്യൂഷനിൽ ഇങ്ങനെ ഇട്ടേക്കണ കാരണം കൊണ്ടാണ് ആ ഉള്ളിലുള്ള ദൈവത്തിനെ, ആ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവിക ചൈതന്യം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്പിരിറ്റ്, നമ്മൾ പറയില്ലേ, ക്രിസ്ത്യാനികൾ പറയില്ലേ ആത്മാവ്, ഒരു മെഡിറ്റേഷനിലൂടെ കണ്ടെത്താനും ആ ദൈവത്തിനെ ആ ആത്മബോധത്തിൽ നമുക്ക് ആ മൈൻഡും ശരീരബോധവും ആ മനബോധവും നമ്മൾ പ്രയത്നിക്കണം. ആ മെഡിറ്റേഷനിൽ കൂടെ നമ്മൾ ഏകാന്തതയിലേക്ക്, നിശബ്ദതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ആത്മബോധത്തിലേക്കാണ് നമ്മൾ വരിക. അവിടെയാണ് ആ എക്സ്ട്രീം കോൺഷ്യസ്നെസ്, അത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ അത് ദൈവം ഒന്നാണ്. അത് ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയണ യേശു ക്രിസ്തു അല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ പറയണ കൃഷ്ണനല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയണ മുഹമ്മദ് നബി അല്ല. ദൈവം ആ ഒരു ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിത ചൈതന്യവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ആത്മാവും അത് ഒന്നാണ്. അപ്പോൾ ആസ് എ സ്പിരിച്വൽ മാൻ നമ്മൾ കേൾക്കുന്ന കുറേ സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റിഗ്മാസ് ഉണ്ട്. അതായത് ഒരു സ്പിരിച്വൽ മാൻ ആകണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും, ലൈഫിൻ്റെ കുറച്ച് റുട്ടീൻസ് മാറ്റേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലീജിയസ് കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ സ്പിരിച്വൽ മാൻ ആകുമ്പം അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, സ്പിരിച്വൽ മാൻ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടില്ല, ഭയങ്കര കാമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രലോഭനങ്ങളിൽ വീഴില്ല, അങ്ങനെ. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ഇപ്പൊ സ്പിരിച്വൽ മാൻ ആകുമ്പോൾ ഇന്ന ക്വാളിറ്റീസ് ഒക്കെയാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് പൊതുവായിട്ട് സമൂഹം പറയണതാണ്. ഒരു സ്പിരിച്വൽ മാനെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, ഒരു അച്ഛൻ ആവുമ്പോ ഇങ്ങനെ കൂളാസ് കുക്കുംബർ, ഇങ്ങനെയൊക്കെ അത് സമൂഹം പറയണതാണ്. പക്ഷേ ഞാൻ ഈ ദൈവാനുഭവം എനിക്ക് ഉണ്ടായിട്ടും നല്ല ക്ഷിപ്രകോപിയാണ് ഞാൻ. മനസ്സിലായ? എനിക്ക് അനീതി ദർശിച്ചു കഴിഞ്ഞാല് ഞാൻ നല്ലോണം അതിന് പ്രതികരിക്കും. അതാണ് ആ ദൈവം. അത് നമ്മളിപ്പോ ലോഹിട്ട് നിന്നിട്ട് ദൈവം എന്നുള്ളതല്ല. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ ചില രൂപങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ദൈവം നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ചെറുപ്പം തൊട്ട് എന്തിട്ട് കേട്ടാണ്, ദൈവം സ്നേഹവാനാണ്, ദൈവം കാരുണ്യവാനാണ്, ഇതൊക്കെ ഉണ്ട്, ദൈവത്തിന് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം ഒപ്പം തന്നെ നീതിമാനും കൂടിയാണ്. ദൈവം അശരീരിയാണ്, ദൈവം സത്യമാണ്. ഇപ്പൊ ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് പിള്ളേര് നോണ പറയില്ല. ഞാൻ കണ്ണിലേക്ക് വീട്ട് മോനെ എന്തിനാടാ ഈ പങ്കപ്പാടിന് പോണത്, ഞാൻ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് പറയും, നീ എന്തിനാ ഈ പങ്കപ്പാട് കഴിക്കുന്നത്, നീ അങ്ങനെ നോണ പറയണേ. അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞു നോക്കും ോണ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താണത്, നമുക്കൊരു ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഉള്ളു പറയും, ഇത് പറയണത് നുണയാണോ, ഇത് അഭിനയാണോ, ഇതെന്താന്നുള്ളത് നമ്മുടെ ഉള്ളപ്പം തന്നെ പറയും. ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു ആത്മീയാവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാല് ആ ഉള്ളിൽ തന്നെ ദൈവമുണ്ട്. ആ പുറത്തുള്ള കണ്ടന്റ് തന്നെയാണ് ഉള്ളില്. കൃത്യമായിട്ട് സൂര്യൻ വന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം കൊടുത്ത് ജീവിപ്പിക്കുന്നില്ലേ, അതേ ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളില് ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. അതുപോലെ സംഹാരം നടത്തുന്ന ദൈവമാണ്. അത് സംഹരിക്കണം, ഇങ്ങോട്ട് ഈഗോ ഒന്ന് തട്ടിക്കളയെന്ന് തോന്നി വിചാരിച്ചാൽ ദൈവം നമ്മളെ തന്നെയാണ് ഉപയോഗിക്കുക. ഇങ്ങോട്ട് ചോദിച്ചില്ലേ, ഇപ്പൊ ദേഷ്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരേണ്ട നേരത്ത് ദേഷ്യപ്പെടുത്തും.
ഇപ്പൊ ഒരു സംഹാരം നടത്തണം, ഒരു ഈഗോ സംഹാരം, അല്ലെങ്കിൽ ഒരു അനീതിനെ സംഹരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഉപകരണമായിട്ട് നിൽക്കുന്ന ആൾ, ഒരു ആത്മീയ അനുഭവമുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംഹരിച്ചിരിക്കും. ആ ഒരു സ്വാർത്ഥതേനെ, അല്ലെങ്കിൽ ആ ഒരു അനീതിനെ ദൈവം നമ്മളിൽ കൂടെ വർത്താനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടോ ആ ഒരു അനീതിനെ ദൈവം സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് പാടുപെടും. അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മളുടെ വികാരങ്ങള് ദൈവം എന്നുള്ളതാണല്ലോ. ദൈവം നന്നാക്കണ വികാരങ്ങള്, ദേഷ്യമായാലും സ്നേഹമായാലും സങ്കടമായാലും സന്തോഷമായാലും ഇതൊക്കെ ദൈവം നീതിപരമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് തന്നേക്കുന്ന ദാനാണ് ഈ വികാരങ്ങള്. അപ്പൊ അതില് ഇന്ന വികാരം നല്ലതും ഇന്ന വികാരം പൊട്ടാന്നില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു ദേഷ്യപ്പെട്ട ഒരാളോട് വർത്താനം പറയുമ്പോൾ നമ്മൾ അത് അർഹിക്കണ്ടോന്ന് നോക്കണം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം അതിനെ അർഹിക്കണില്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല, അത് നിലനിൽക്കില്ല, നമുക്കത് വിനയായിട്ട് വരും. അതല്ല, അതാണ് അർഹിക്കണമെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അതിന് പിന്നെ കാര്യമൊന്നുമില്ല. ഞാൻ ലോഹിട്ട് നിന്നപ്പോഴും ഞാൻ എന്നിൽ ചില അനീതികേട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ദേഷ്യം. ഈശോ ചമ്മട്ടി എടുത്തില്ലേ, അവര് പ്രാവിന കച്ചവടവും പള്ളിയിൽ അവര് നടത്തിയത് എന്താണ്, പ്രാവിന കച്ചവടവും പിന്നെ നാണയമാറ്റം. അപ്പൊ അടിച്ചു പുറത്താക്കിയില്ലേ. അതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇങ്ങനെ ഈ കൈ കൂപ്പി പിടിച്ചിട്ട് ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ നടക്കുന്ന അല്ല ആത്മീയത. അത് നമ്മള് എന്തോരം നമുക്ക് സ്വാഭാവികമായിട്ട് സംസാരിക്കാനും പെരുമാറാനും നമുക്ക് സാധിക്കുന്നു, അത്രയാണ് ആത്മീയത. അതാണ് അതിന്റെ ഒരു അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ്, അച്ഛനൊരു ആർട്ടിസ്റ്റ് കൂടെയാണ്. ഈ ആർട്ടിസ്റ്റിക് സ്കിൽസ് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അച്ഛനെ സ്പിരിച്വാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വരാനായിട്ട് സ്പിരിച്വൽ ലൈഫിലേക്ക്? അത് എനിക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് വരയോട്, അന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയും ജയൻ ഇവരെയൊക്കെ പടം ഞാൻ വരയ്ക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു മാഷുണ്ടായിരുന്ന ആള് ഈ കുട്ടികളെയൊക്കെ ഈ പെൻസിൽ ഡ്രോയിങ് പഠിക്കും. അന്നൊന്നും എനിക്ക് അറിയില്ല എന്നിൽ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും ഞാനൊക്കെ എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെറിയ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. പിന്നെ നമ്മള് അതൊക്കെ ഇതായിപ്പോയി, നമ്മളിന്ന് നമ്മുടെ പഠനവും കാര്യങ്ങളും അതല്ലല്ലോ നമ്മുടെ ഫോർമേഷൻ. അപ്പൊ അങ്ങനെ പോയി. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ ഇത് ഫിലോസഫി പഠിക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു, ധർമ്മരാമ് ബാംഗ്ലൂര്, അവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു 5-8 കൊല്ലം. അപ്പൊ ആ സമയത്ത് ഞാൻ റെക്ടറുടെ ബർത്ത്ഡേ വന്നു. അപ്പോഴാണ് വീണ്ടും ഞാൻ ഇതൊന്നും ചെയ്തു നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ റെക്ടറുടെ ജീവനുള്ള ഒരു ഫോട്ടോ എല്ലാവരും വന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ എനിക്ക് ഇടാൻ പറ്റിയത്. ഞാൻ 1 മാസം പണിയെടുത്തു. ആ ഫോട്ടോ എക്സാക്ട്ലി ഞാൻ പെയിന്റ് ചെയ്തു, ഓയിൽ പെയിന്റ്. പിന്നെ തിയോളജി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഈ ടാലന്റ് ഇവരൊക്കെ കണ്ടെത്തി. മറ്റുള്ളവർക്കൊക്കെ ഞാൻ ഇങ്ങനെ വരയ്ക്കുക ഇതൊക്കെ ചെയ്യാനാണ്ടപ്പോൾ കണ്ടെത്തിയിട്ട് പിന്നെ എന്നെ ഫൈൻ ആർട്സിന് വിട്ട്. പിന്നെ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുക, പെയിന്റ് ചെയ്യുക, അതുപോലെ സ്റ്റാച്ചു ഉണ്ടാക്കി. സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ 2 സ്റ്റാച്ചു ഉണ്ടാക്കി, 6 അടി ഹൈറ്റുള്ള. അത് അവിടെ പ്രൊവിൻഷ്യൽ ഹൗസിലും ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. പിന്നെ വയനാട്ടില് ഒരു നോയിഷേറ്റില് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചു. അപ്പൊ ആൾക്കാർ ചോദിച്ചത് ഇങ്ങനെ ഇത് പഠിച്ചിട്ടോന്നു. ഇത് പഠിച്ചിട്ടല്ല, നമ്മുടെ ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഇങ്ങോരും പടം വരയ്ക്കുമല്ലോ, ഈ ചിത്രയും ആർട്ടിസ്റ്റും. അപ്പൊ ഈ ആത്മീയതയും ഇതും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ഈ സെക്സും സ്നേഹവും എങ്ങനെയാണോ ബന്ധമുള്ളത് അതുപോലെ തന്നെയാണ് ഈ കലയും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ട്. കലാകാരികളായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള കലാവാസനകളില്ല, അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ എളുപ്പമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ അത് അങ്ങനെയാണ്. ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഈ ആത്മീയ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്കാവും. മറ്റുള്ള ആൾക്കാർക്ക് ക്ലിക്കാവണേക്കാളും കൂടുതലായിട്ട് ഈ കലാകാരികൾക്കായാലും കലാകാരന്മാരെ, ഇങ്ങനെ ആർട്ടിസ്റ്റുമാരെ, ഇവർക്ക് ഇത് ക്ലിക്കാവും.
അവരുടെ എന്താ പറയാ, അവരുടെ സൈക്കോളജി അങ്ങനെയാണ്. അതുമായിട്ടൊരു ബന്ധമുണ്ട്. പാട്ട് പാടുന്ന ആൾക്കാരനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ യേശുദാസിനോട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ അറിയാം ആളുടെ ദൈവാനുഭവം എന്താന്നുള്ളത്. അത് വെറും ഒരു പാട്ടുകാരനല്ല. ഇപ്പൊ മോഹൻലാൽ, ഞാൻ ഈ ഒരു മാസം മുന്നാണ് എനിക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്ത്. അപ്പോഴാണ് ഞാൻ മനോജോട് പറഞ്ഞേ, നമ്മൾ വിചാരിച്ച ആളല്ല മോഹൻലാൽ. അതെന്തേ? എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയും ന്യൂസ് പേപ്പറൊക്കെ നോക്കി, ഈ തൃശ്ശൂരെങ്ങാനും അവർ വന്നിട്ടുണ്ടോന്ന്. അപ്പൊ ആ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ആള് തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചിലപ്പോ ആള് ഒന്നിങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവും. ഞാൻ അവിടെ പോകുമ്പോ ആ പ്രദേശം അവിടുത്തെ അധ്യാപകർ എന്തോ ഒരു കുട്ടികളുടെ ഒക്കെ എന്തോ പരിപാടിക്കാണ് അവിടെ വന്നത്. അപ്പൊ ചിലപ്പോ അധ്യാപകരേനെയും കുട്ടികളെയും ഒക്കെ സമർപ്പിച്ച ആള് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും. അപ്പൊ അതിന്റെ ആ തിരയാണ് വന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോ എന്തുട്ടാ, മോഹൻലാൽ എന്ന് പറയുമ്പോ വെറൊരു സിനിമ നടൻ. അതിലുപരി ആളില് ഒരു വലിയൊരു ആത്മീയതയുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോഴാണ് മറ്റു പലരും പറഞ്ഞു ഈ ആള് ആത്മീയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ലെന ഒരു ഇന്റർവ്യൂല് ലെന പറയുന്നുണ്ട്, ആരാണ് ഗുരു, ആത്മീയ ഗുരു ആരാന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഒരാളും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ലെന പറഞ്ഞത്, എൻ്റെ ആത്മീയ ഗുരു മോഹൻലാലാണ്. അത് അങ്ങനെയാണ്. അപ്പൊ അത് അത് മറ്റുള്ളവർ പറയണതല്ല, നമ്മുടെയും കൂടി ഒരു അനുഭവമാണ്. നമ്മുടെ ഒരു സ്വപ്നത്തില് ഇങ്ങനെയുള്ള ആത്മാക്കൾ എങ്ങനെ വരുന്നു, നമ്മളതിനെ അത് കൂടുതൽ കൺവിൻസ് ചെയ്യണം എന്നുള്ളത് ഇതാണ്. അപ്പൊ കലാകാരന്മാര്, ആർട്ടിസ്റ്റ്, പിന്നെ പാട്ടുകാരന്മാര്, ഇവർക്കൊക്കെ നല്ല ആത്മീയതയിലുള്ള ആൾക്കാരാണ് അവര്.